ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ചേട്ടൻ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും അഞ്ചും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡിയായി റെഡി പാറുക്കുട്ടനാണെങ്കിൽ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരുടെ പുസ്തകം സ്റ്റഡി ടേബിളിൽ അടുക്കി പെറുക്കി വെക്കുക കേട്ടോ. അങ്ങനത്തെ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കുട്ടിക്ക്. കുട്ടിയുടെ സ്റ്റഡി ടേബിൾ കുട്ടിക്ക് എപ്പോഴും നീറ്റായിട്ട് കൊണ്ടു നടക്കണം. അച്ഛനമ്മനാണെങ്കിൽ പുറത്ത് സൊറ പറഞ്ഞിരുന്ന് അച്ഛനും ടൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വില്ലനിസം കാശിക്കുട്ടനെ കണ്ടു. ഇപ്പം ഈ ഹെയറൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. അവൻ്റെ മുടി ഭയങ്കരമായിട്ട് കണ്ണിക്ക് വന്നിട്ടേ അപ്പം എന്തായാലും വെട്ടിക്കളഞ്ഞു. ചെറിയൊരു വിഷമമുണ്ടായിരുന്നു കുട്ടീൻ്റെ മുടി ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ എല്ലാവരും സെറ്റാണ്. ഞങ്ങൾ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. നമ്മുടെ ചിക്കു എൻ്റെ ആദൂന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ചിക്കു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകും. അതൊരു ഒരു ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ കസിൻസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ പുള്ളി പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അവനൊരു ദിവസം ഏർലി മോർണിംഗ് പോയി ഒറ്റയ്ക്ക്, പക്ഷേ ഞങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവരൊരു വൈബ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈബ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈ നട്ടുവച്ച നേരത്തല്ല പുള്ളിക്ക് പോണത്, തൃപ്പയാറുള്ളൊരു സ്ഥലമാട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാണ്. ഞങ്ങളൊരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോണത്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു വൈമാളിലൊക്കെ പോയിട്ട് ഇവന്മാരൊക്കെ ഒന്ന് മറ്റേ അവിടുത്തെ ആ ഗെയിമിംഗ് സെക്ഷനിലുണ്ടല്ലോ, പറ്റിയാൽ അവിടെ നിന്ന് കളിപ്പിക്കണം, അവിടെ നിന്ന് ഫുഡ് അടിക്കണം, അത്രേ ഉള്ളൂ. ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് ഉമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു റിവഞ്ചാണ്, നൈസായിട്ടുള്ള റിവഞ്ചാണ്. ഞാനൊരു ഉമ്മ കൊടുത്താൽ അവൻ എനിക്ക് 10 തരും. വൈമാളിക്ക് എൻ്ററായപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റവ്, പിന്നെ എല്ലാ തരം പൊടി സാധനങ്ങൾ, കുറേ മോപ്പ് സെറ്റുകളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് ഒന്നും വേണ്ട, നമ്മൾ ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്നതല്ലേ. അപ്പോൾ സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ. അപ്പം മറ്റേ ടൂറൊക്കെ കൊണ്ടുപോകാനുള്ള പെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അധികം വിലയില്ലാണ്ട് ഉണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവിനൊക്കെ ആയാലും വലിയൊരു വിലയില്ല, ഹാഫാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നമ്മളോട് ഹായ് പറഞ്ഞു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അല്ലു അതിനു കാശി പാറിനൊക്കെ കണ്ട സന്തോഷത്തിലാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ മെഷീനാണ്, ഇത് സുഖം അത്രേ, ഇതൊന്ന് ട്രൈ ചെയ്യണം. പക്ഷേ ഇവിടുത്തെ റേറ്റ് എത്രയാണോ എനിക്ക് ഓർമ്മയില്ല. നീൽച്ചാട്ടൻ അത് കമ്പാരിസൺ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് മേടിച്ചില്ല. പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു. അപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ ഇവിടെ തന്നെ ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് റൈസും ഒരു ഡ്രാഗൺ ചിക്കൻ, സ്വീറ്റായിട്ടുള്ള ഡ്രാഗൺ ചിക്കനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഒരു റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത് പ്രൈസ് കുറവായിരിക്കും കേട്ടോ, കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് വാങ്ങിച്ചവർക്ക് അത് മനസ്സിലാവും. നമ്മൾ നോർമലി ഫുഡ് കോർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഇവിടെ കുറവാണ്. അപ്പോഴാണ് അതിനൂസ് അവിടെ മിഠായി വെച്ചിരിക്കുന്നത് കണ്ടത് മക്കളെ. ഇനിയിപ്പോൾ രക്ഷയില്ല, അതെടുത്തുകൊണ്ട് ഓടി വരും. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ സ്ഥലത്താണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മൾ ക്യൂ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെന്താ, ഇവിടെ നല്ല ബീഫൊക്കെ വരട്ടി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൊതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫ്, അതിൻ്റെ ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ബീഫൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്, 65 ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ കറി വെച്ച ചിക്കൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ വറുത്ത ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വറുത്ത മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു നോൺ വെജ് കൊതിയത്തിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേരും. അഞ്ചു ഏട്ടനാണെങ്കിൽ അവരൊരു സദ്യ കൊതിയന്മാരാണ്. അമ്മ അച്ഛനും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ഫുഡിന് യാതൊരുവിധ താല്പര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടേക്ക് നിന്ന് നമ്മളൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകണം. അവിടെ മനസ്സമാധാനം ഉണ്ടാവില്ല, എല്ലാവരും കൊണ്ടല്ലേ, അതായത് എല്ലാ പിള്ളേരും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് കഴിക്കേണ്ട മോനെ, കുറച്ച് കണ്ട് കഴിക്കാൻ മോനെ. ആര് കേൾക്കണ്? നമ്മൾ മറ്റേ കട്ട് ചെയ്ത ഫ്രൂട്ട് പൈനാപ്പിളും വാട്ടർമെല്ലാണ് വാങ്ങിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല മധുരമായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാത്തിനെയും പിടിച്ച് സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കൊടുക്കാൻ പരിപാടിയിലാണ്. നമ്മുടെ പിള്ളേർക്ക് വിശന്നാലും കഴിക്കില്ല ഫുഡ്, അങ്ങനെ ഒരു ടീംസാണ്. സാധാരണ പിള്ളേർ വിശന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് കിട്ടിയാലും കഴിക്കില്ല. ഇവന്മാർക്ക് അങ്ങനെയല്ല, വിശന്നിട്ടുണ്ടെങ്കിൽ വാശി വരും, അങ്ങനെയാണ്. അതല്ലാതെ വയറ്റിനുള്ളിലേക്ക് എന്തെങ്കിലും പോയാലാണ് വിശപ്പ് മാറുക. ആ ഒരു ബുദ്ധി മാത്രമല്ല, ബാക്കി എല്ലാവിധ ബുദ്ധിയും ബോധവും ഉണ്ട്. പക്ഷെ വിശപ്പിൻ്റെ ബുദ്ധി ഒട്ടും കൊടുത്തിട്ടില്ല. പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ പ്ലേറ്റിൽ നമ്മൾ പൈസ കൊടുക്കും. അപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട്
നമ്മൾ വാങ്ങിച്ച കറിയിലൊക്കെ മുടിയിലായാലും കൊടുക്കാമല്ലോ. അപ്പോഴാണ് നമ്മുടെ പാറുക്കുട്ടിക്ക് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞപ്പോൾ പാറുക്കുട്ടീനെ കൊണ്ട് ഞാൻ പോന്നു. അവളെ വാഷ്റൂമിലൊക്കെ പറഞ്ഞയച്ച് ഞങ്ങളൊരു സെൽഫിയും ഒരു കുട്ടി വീഡിയോ എടുത്ത് ചെല്ലുമ്പോഴേക്കും എന്തേ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ കയറിയിരുന്നു. ഫുഡ് കഴിച്ച് ഫ്രൈഡ് റൈസ് കുഴപ്പമുണ്ടായിരുന്നില്ല. മീപ്പന്മാർക്ക് ഫ്രൈഡ് റൈസ് ഒന്നും ആ സമയത്ത് വേണ്ട, എന്നിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞിട്ടും അത് കഴിക്കുന്നുണ്ടായിരുന്നു. ഉള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വിശപ്പ് പോയി. പിന്നെ വെള്ളം വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കാര്യം അങ്ങനെയല്ല, നല്ല വിശപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിക്കുമ്പോഴേക്കും അത് നമുക്ക് ഇരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. എനിക്ക് നല്ല എരിവും പുളിയുള്ള ഫുഡുകളാട്ടോ ഇഷ്ടം. അതാകുമ്പോൾ നല്ല വായിക്ക് രുചിയായിട്ട് കഴിക്കും. ഇങ്ങനെ മൈൽഡായിട്ടുള്ള, സത്യം പറഞ്ഞാൽ ചിക്കൻ മറ്റേ KFC അതിനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് അൽഫാം ഇഷ്ടമാണ്. നല്ല എരിവും മറ്റേ ജ്യൂസി ആയിട്ടുണ്ടാവില്ലേ. അതേപോലെ തന്നെ സദ്യക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും സദ്യയുടെ കൂടെ എന്തെങ്കിലും സൈഡായിട്ട് ചെറിയൊരു മീൻ വറുത്തതോ ചെറിയൊരു 65 ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഓരോ ആഗ്രഹങ്ങളിൽ അങ്ങനെ എല്ലാവരും കൈയെടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇരിച്ചാണ്ട് കൂട്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് കുട്ടീനെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ടും അവനെ കൊണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പം നീൽച്ചാണ്ട് പ്ലേറ്റ് അവിടെ വെച്ചിട്ട് കുറച്ച് ഫുഡും വെച്ചിട്ട് ഞാനും കാശിക്കുട്ടനും വെയിറ്റ് ചെയ്യാണ്. കാശിക്കുട്ടൻ ഒരു ഉമ്മച്ചനാണ് മക്കളെ. ഒരു ഉമ്മ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഇരുത്തി ഉമ്മ തരും കേട്ടോ. കാശിക്കുട്ടന് ഈ ഹെയർ ഇല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടോന്ന് എനിക്കറിയില്ല. കട്ട് ചെയ്തും പിന്നെ സ്കൂളിലൊക്കെ പോകുന്നതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും കാലത്ത് എണീപ്പിച്ച് കുളിപ്പിക്കുമ്പോഴൊക്കെ അത് ഉണങ്ങാനൊക്കെ സത്യം പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അപ്പോൾ അവന് അതിന് കുറച്ച് ഫ്രീ ആവും. കണ്ണിക്കൊക്കെ മുടി വന്നിരിക്കല്ലേ. അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ പോയപ്പോഴാണെങ്കിൽ ചില ഡ്രസ്സുകളൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പ്രധാനമായിട്ടും പിള്ളേർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പിള്ളേർക്കവിടെ 150, 149, 199 എന്നൊക്കെ പറഞ്ഞിട്ട് നോർമൽ ടീഷർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കും. ഓവറാവുന്നിട്ട് എനിക്ക് വേണ്ട കല്യാണത്തിന് പോവാൻ. പക്ഷെ ഒരു പഴം തുണി പോലെ ഉണ്ട്. അല്ലു കാണാനായിട്ട് കറക്റ്റ് അറിയണത് ഏതാ മോന് വേണ്ടത്. എന്തൊരു കുഞ്ഞ് അതവനെ ഇടിപ്പിച്ച് കൊടുത്ത ഡ്രസ്സ് നമ്മൾ ഊരി വെച്ചു. അപ്പോൾ അത് വേണമെന്നായിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ എടുക്കട്ടെ, കുറച്ച് നേരം കരഞ്ഞ് നമ്മൾ പിന്നാലെ വരും. അതേപോലെ തന്നെ സംഭവിച്ചോട്ടെ. കുറച്ച് നേരം കിടന്ന് നമ്മൾ പിന്നാലെ വന്ന് അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാ അമ്മമാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. പിന്നെ പോണ വഴിക്ക് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ഇനിയാണ് നമ്മൾ പോകുന്നത് തൃപ്പയാർ കിഴക്കേ ഭാഗത്തുള്ള പുള്ളിലോട്ട്. പുള്ള് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പുള്ള് എന്ന് മാത്രമല്ല മറ്റേ കൊല്ലങ്കോട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് എന്താ പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോവുക, പിന്നെ കുറേ തോട്ടങ്ങൾ കാണാം, കുറേ ഫ്ലവേഴ്സുള്ള സ്ഥലത്തൊക്കെ പോകുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പോസിറ്റീവും ഞാനിങ്ങനെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ കുറേ പെറ്റ്സ് അങ്ങനെയൊക്കെ മറ്റേ അക്വേറിയം ഷോപ്പിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കിളികളൊക്കെ നമ്മൾ ലവ് ബേർഡ്സിനൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വാങ്ങിക്കാൻ പോവില്ലേ, ആ ഒരു അവിടേക്കൊക്കെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ ആ വെയിലിന് ചൂടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. ഞാൻ ഷൂട്ടിൽ 1-2 തവണ വന്നിട്ടുണ്ടെങ്കിലും അത് ആ ഷൂട്ടിന് വേണ്ടി വന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് പെട്ടെന്ന് നമ്മൾ പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കല്ലേ, പെട്ടെന്ന് ഒരു ഇത് കിട്ടൂലല്ലോ. അപ്പോൾ ഈ ഒരു ടൈം വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ വിചാരിച്ചു പാടത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ചെല്ലാന്ന്. അപ്പം നമ്മൾ കുറച്ചും അങ്ങോട്ട് നടന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ പാടത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ളത്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു വെറൈറ്റി കൊക്കൊക്കെ ഉണ്ടായിരുന്നു. കൊക്കിൻ്റെ ചിറകുമ്പോൾ ബ്ലൂ കളറൊക്കെ ആയിട്ടൊരു കൊക്കുണ്ടായിരുന്നു. പിന്നെ വയൽക്കിളികൾ ഉണ്ടായിരുന്നു. അത് നൈസാട്ടോ. നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ പാട്ടുകളിൽ ഒരു കൂട്ടം കുഞ്ഞി കിളികൾ ഒരുമിച്ച് പറന്നു പോകില്ലേ, അവരൊരിക്കലും കൂട്ടം തെറ്റൂല. അവരവിടെ തന്നെ ഇരിക്കും, ഈ ലൈൻ കമ്പിയും ഇരിക്കും, വീണ്ടും വന്നിട്ട് പാപ്പ് തിന്നും, അങ്ങനെയൊക്കെ അല്ലേ. പാപ്പ് മീൻസ് നെല്ല് തിന്നും.
എന്ത് രസമായിരുന്നു ഒരു കാണാനായിട്ട്. ഇവരിങ്ങനെ ആ ലൈൻ കമ്പിയും ഇരിക്കും. എന്നിട്ട് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും വന്നിട്ട് വയലിലേക്ക് ഒരുമിച്ച് ഒരു കൂട്ടം ഒരു 100-200 എണ്ണം ഉണ്ടാവും. കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുള്ളൂ. ഒരു 500 ഉണ്ടാവും. അതങ്ങോട്ട് ഒരുമിച്ച് വന്നിട്ട് ആ നെൽക്കതിരൊക്കെ തിന്ന് അങ്ങനെ കൂട്ടം കൂടി തന്നെ തിന്നും. എന്നിട്ട് വീണ്ടും അവിടെ പോയിരിക്കും. ഒരെണ്ണം പോലും പുറത്തേക്ക് പോവില്ല, മിസ്സായി പോവില്ല, കൂട്ടം തെറ്റിപ്പോവില്ല. നല്ല രസമുണ്ടായിരുന്നിട്ട് കാണാൻ. അതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട്, ലോങ് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ചുമ്മാ ഞങ്ങളുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടി എടുത്താണ്. പാറക്കുട്ടനെ വേണ്ടിയിട്ട് പാറക്കുട്ടനായിരുന്നു ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. അത് നന്നായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ കൂടി ഇട്ടിട്ട് ഞങ്ങളൊരു റീലാക്കിയിട്ടുണ്ട്. സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ശാന്തവും സമാധാനമായിട്ട് നല്ലൊരു പ്ലേസ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാനായിട്ട്. എനിക്ക് അതുതന്നെ കൊല്ലംകോട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ഇതിനെ കാണാൻ ഈ ഒരു നിങ്ങൾ വിചാരിക്കും എന്ത് പോരെ ഇതിലേക്ക് പറയരുത് അല്ല, നല്ല അടിപൊളിയാണ് പുള്ളി പാടും. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണേ. നല്ലൊരു എക്സ്പീരിയൻസ്, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഹാപ്പി ആയിരുന്നു കേട്ടോ, ഇവിടെ ഓടിച്ചാടി നടന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അവരും ആദ്യമായിട്ടാണ് ഈ ഒരു കൃഷി എന്ന പറഞ്ഞ സംഭവം ഇത്ര തൊട്ടടുത്ത് കാണുന്നത്. കാണിച്ചു കൊടുത്തു, നെല്ലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു ഇതിൽ നിന്നാണ് നമുക്ക് അരിയില്ലേ ചോറൊക്കെ കിട്ടണേ. അപ്പോൾ അവർ നോക്കായിരുന്നു, ആ ചോറ് വെള്ള കളറിലല്ലേ ഇരിക്കുക, ഇതെന്ത് ഇങ്ങനെ ഇതൊക്കെ നോക്കായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കാശിക്കുട്ടൻ്റെ പാരമുണ്ടായ വള്ളി, ആരുടെയോ പാരമുണ്ടായ വള്ളി ഉരുട്ട് ചേട്ടനിക്ക് മുടി കെട്ടി തന്നിട്ട് ആ മുടി ഒന്ന് കെട്ടി വെക്കി കിത്തു താഴത്ത് മുട്ടെന്ന് പറഞ്ഞിട്ട്. അല്ല വീണിട്ടാ വെള്ളിച്ചന്ത എല്ലാവർക്കും ചൂരിൽ കഷായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒഴുത്തിലിരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കില്ല. അതുമാത്രമല്ല മണ്ണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മണ്ണ് വാരി മേത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നല്ല കാറ്റ് വീശുമ്പോഴേ കാശുകൂടെ മണ്ണ് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തൊട്ട് അപ്പുറത്തിരിക്കുന്ന ആളെ മേത്തേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് പോയി അതിനുണ്ട്. തലയിലൊക്കെ ഒരുപാട് പണ്ടിട്ട ചെങ്കൽ മണ്ണൊക്കെ ഉണ്ട്. അങ്ങനെ എന്തോ പറഞ്ഞപ്പം നമ്മുടെ അതിന് തുപ്പി കുറച്ച് ഇടയ്ക്ക് ഒരു തുപ്പല്ല സുഖം കൂടുതൽ പാതുമാം അങ്ങനെ ചീത്തനോണ്ടിരിക്കുക. തുപ്പെതിട്ടായിനോ തുപ്പെതിട്ടായാലും അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ മാത്രമല്ല കാശും ചേട്ടനും ഉണ്ടല്ലോ അവരെ പോയി ചീത്ത അറിയാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു ആമ്പലത്തൈ കണ്ടു. വെറുതെ എനിക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ ആമ്പലത്തേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചുമ്മാ ഒരു മോഹം. ഇപ്പം നിഖിൽ ചേട്ടൻ ചാടി അത് പൊട്ടിച്ചുണ്ടായിരുന്നു. വെറുതെ ഒരു മോഹം. നിഖിൽ ചേട്ടൻ ചാടാൻ പറ്റിയ കൂടി നിഖിൽ ചേട്ടൻ ചാടൂലേ മക്കളെ. ഇത് മറ്റേ വെള്ളത്തൊരു സംഭവം ഇങ്ങനെ കാറ്റത്ത് പറന്നു പോലെ അതാന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ഭയങ്കര കാര്യത്തിൽ പൊട്ടിച്ചുയർത്തിയതാണ്. പക്ഷെ അത് കേടായി, അതിന് വയസ്സായി, അത് പറന്നു പോയില്ല കേട്ടോ. പണ്ടത്തെ സിനിമയിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഒരു കൂട്ടം വെള്ളം അതേപോലത്തെ ഇങ്ങനെ പൂട പോലുള്ള സാധനങ്ങൾ സിനിമാ നടിമാരിങ്ങനെ കുലിക്കുമ്പോൾ ഫുള്ള് പോകണതൊക്കെ. അതൊക്കെ എവിടെയാലും ഇനി കാണാൻ കിട്ടി. ഇവിടെ ഞാൻ കണ്ടു, പക്ഷെ അതങ്ങനെ കുലുങ്ങിയ പോകുന്ന സംഭവങ്ങളല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് വീണ്ടും ഈ ജംഗ്ഷനിലേക്ക് എത്തി. ഒരു ചെറിയൊരു ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ വന്ന് കാണും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടി ഒരുപാട് കടകളുണ്ട്. പിന്നെ ചായ മാത്രമല്ല, ഇവിടെ കുറേ ഫുഡുകളുണ്ട്. മറ്റേ ബീഫ്, ചിക്കൻ, ഇത് പൊറോട്ട സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചായ മാത്രം കുടിച്ചു. പിന്നെ പരിപ്പട എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിന് തൊട്ടപ്പുറത്ത് വെള്ളാട്ട. അപ്പോൾ അതിൽ കുറേ മീനുകളൊക്കെ ഓടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പട 2-3 പരിപ്പെടുത്ത് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ കുറേ മീനുകൾ വന്ന്. അപ്പോൾ ചേട്ടനും അഞ്ചും കൂടിയിട്ടും ഇത് പൈനാപ്പിൾ മേടിക്കാൻ പോയതാട്ടോ. ഉപ്പിലിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോ നോക്കി പോയിട്ട് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി വെച്ച് കഴിക്കാം. ഇവന്മാർക്ക് ഇപ്പോൾ കൊടുത്താൽ ശരിയാവില്ല. നമ്മൾ ചായയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ശരിയാവില്ല. ഞാൻ നൈസായിട്ട് മാറി ഇരുന്ന് പരിപ്പോടും ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അടിച്ച ചായ വേണം, അതായത് പീടിയ ചായ വേണം. പക്ഷെ അവിടുന്ന് പീടിയ ചായ അല്ല, നോർമൽ നമ്മൾ വീട്ടിലെ ചായ ആയിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ പോയിട്ട് ഇന്നൊരു റിസപ്ഷൻ അല്ല ഒരു കല്യാണത്തല്ലെന്നുണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പിള്ളേരൊക്കെ ഏകദേശം സ്ലീപ്പ് ചെയ്തിട്ടുണ്ട്. കാശിക്കൂട്ടം മാത്രമേ സ്ലീപ്പാതിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും സ്ലീപ്പ് ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പൈനാപ്പിൾ കഴിക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ ആണെങ്കിൽ നന്നായിട്ട് ഉപ്പ് കയറിയതായിരുന്നു, അതായത് ഉപ്പും സ്വർക്കയും കയറിയതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പച്ച പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ കുറച്ച് മുളകും കുറച്ച് ഉപ്പിട്ട് കഴിയുമ്പോൾ അത് പ്രത്യേകമായൊരു സ്വാദല്ലേ, ആ മധുരവും കൂടിയും അതിൽ കിട്ടിയിട്ടും ഇതങ്ങനെ ആയിരുന്നില്ല. കുറച്ച് നേരം ഇരുന്നതിൻ്റെ ഒരു വലിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.